ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളായി ജയിലിൽ കഴിയുന്ന കേരളം കണ്ട കൊടും ക്രിമിനലുകൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കൊടിസുനി, കിർമാണി മനോജ്, അണ്ണൻ സജിത്ത്, രജീഷ്, മുഹമ്മദ് ഷാഫി തുടങ്ങിയ പ്രതികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ അല്ലെങ്കിൽ ഇവർക്ക് അനധികൃതമായി പരോൾ നൽകാനുള്ള ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് കേരളം CPM ഭരിക്കുമ്പോൾ CPM-ന് വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ടാണ് ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മുൻ CPM നേതാവ് RMP എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിന്റെ പേരിൽ കോഴിക്കോട് വടകരയ്ക്കടുത്തുള്ള വള്ളിക്കാട് ടൗണിൽ വെച്ച് കൊടിസുനിയുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. അന്ന് കേരളം ഭരിച്ച കോൺഗ്രസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായി കൊടിസുനിയും, കിർമാണി മനോജും, TK രജീഷും, അണ്ണൻ സജിത്തും, മുഹമ്മദ് ഷാഫിയും ഉൾപ്പെടെയുള്ള കൊടും ക്രിമിനലുകളെ മുടക്കോടി മലയിൽ നിന്ന് CPM-ന്റെ പാർട്ടി ഗ്രാമമായ CPM-ന്റെ അധീനതയിലുള്ള കണ്ണൂർ ജില്ലയിലെ മുടക്കോടി മലയിൽ നിന്ന് ഏറെ സാഹസപ്പെട്ട് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിടികൂടുകയും ഇവരെ ജയിലിൽ അടക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് വഴിവിട്ട സഹായം ജയിലിൽ നിന്നും ലഭിക്കുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ്. പലപ്പോഴും കോടതിക്കടക്കം ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ കൊടിസുനിയും, കിർമാണി മനോജും ഉൾപ്പെടെ കേരളം കണ്ട കൊടും ക്രിമിനലുകളെ പരോളിന്റെ പേരിൽ പറഞ്ഞ പുറത്തിറക്കാനുള്ള ഒരു നീക്കം ജയിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഇത്തരത്തിൽ ഒരു നീക്കം നടക്കില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. അതായത് ഈ പ്രതികൾ നല്ല നടപ്പാണോ ജയിലിൽ, അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്നും ജയിലിൽ നല്ല പെരുമാറ്റമാണോ എന്നറിയാൻ ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്തയച്ചിരിക്കുകയാണ്. ജയിൽ സൂപ്രണ്ടുമാരുടെ കത്ത്, മറുപടി കത്തും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. മദ്യം ഉൾപ്പെടെ ഇവർ ജയിലിൽ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരിലെ ജയിലിലെ പെരുമാറ്റം നല്ലതല്ല എന്ന ജയിൽ സൂപ്രണ്ടുമാരുടെ കത്തും പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും ഇവർക്ക് അനധികൃതമായി പരോൾ നൽകാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ക്രിമിനലുകൾക്ക് പരോൾ പോലും അനുവദിക്കാത്ത തടവ് നൽകണമെന്ന ഹൈക്കോടതിയുടെ ചരിത്രപരമായ വിധിയുണ്ടായിരുന്നു. ആ വിധിയെ മറികടക്കാനുള്ള ഒരു ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. നേരത്തെ കഴിഞ്ഞ മാസമാണ് മാഹിയിലെ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് മാഹിയിലെ 2 BJP പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കൊടിസുനി അടക്കം ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ ആളുകളെ കോടതി വെറുതെ വിടുന്നത്. എന്തായാലും ഇവർ പുറത്തിറങ്ങുകയാണെങ്കിൽ അത് ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ജയിലിൽ VIP ട്രീറ്റ് ലഭിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ജയിലിന് പുറത്ത് ഇവർക്ക് മദ്യം വിളമ്പുന്ന പോലീസുകാരെ നമ്മൾ കണ്ടതാണ്. ജയിലിൽ ഇരുന്ന് സ്വർണ്ണ പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കേസുകളിൽ ഇവർ പ്രതികളായത് നമ്മൾ കണ്ടതാണ്. ജയിലിൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് സുഖവാസമാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്തായാലും ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് അനധികൃതമായി പരോൾ നൽകാൻ തെരഞ്ഞെടുപ്പെല്ലാം പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ടി.പി. കേസ് പ്രതികളെ പുറത്തിറക്കുകയാണെങ്കിൽ അത് CPM-ന്റെ ഗുണ്ടാരാഷ്ട്രീയത്തിന് ബലം നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രതികൾക്ക് അനധികൃതമായി പരോൾ നൽകുന്നത്, അല്ലെങ്കിൽ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പുറത്തിറക്കാൻ ശ്രമിക്കുന്നത് അത് വലിയ വിപത്തിന് ഇടയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ ടി.പി. ചന്ദ്രശേഖരന്റെ വിധവ KK രമ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അനധികൃതമായി പരോൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട കോടതികളിൽ നിയമ പോരാട്ടം നടത്തിയിരുന്നു. ആ നിയമ പോരാട്ടത്തിന്റെ പരിണിത ഫലമായാണ് ഇവർക്ക് പരോൾ അനുവദിക്കരുത് എന്ന ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവുണ്ടായിരിക്കുന്നത്. ആ ഉത്തരവിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് കൊടും ക്രിമിനലുകളായ കേരളം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ രാഷ്ട്രീയ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ കൊടിസുനിയെ പോലുള്ള ക്രിമിനലുകളെ പുറത്തിറക്കാനുള്ള ഒരു നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്നത് പോലെ CPM ഭരിക്കുമ്പോൾ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ സുഖവാസമാണ്. ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന് കേരളം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ജയിൽ സൂപ്രണ്ടുമാരുടെ മറുപടി കത്ത് ഇപ്പോൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ സർക്കാർ ഇനി ഇവർക്ക് വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള വഴിവിട്ട ഇടപെടലുകൾ നടത്തുമെന്നാണ് കണ്ടറിയാനുള്ളത്.